ഞങ്ങളുടെ ഒരു 2ാം നിലയുടെ മുകളിലാണ് ആരാധന. അപ്പം ഞങ്ങളുടെ പടിക്കലൊരു ബസ് സ്റ്റോപ്പ് കൂടാണ്. അപ്പോൾ ഈ ആരാധന അല്പസമയം നീണ്ട് ആരാധിക്കും. ആരാധന സമയത്ത് ആളുകളുടെ വന്ന് ഇറങ്ങുകയും കയറുകയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരുത്തൻ ഒരാരാധനയ്ക്ക് കയറി വന്നു. അവനെ പുറകെ വന്ന് ബെഞ്ചിലിരുന്നു. ആരാധന കഴിഞ്ഞപ്പോൾ അവന് ഒരാളോട് പറഞ്ഞു, ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളാരാ? ഉടനെ പറഞ്ഞു, ഞാൻ നിൽക്കുന്ന പാസ്റ്ററാണ്, എനിക്കൊന്ന് കാണണമായിരുന്നല്ലോ. കാണാം. അപ്പോൾ ആ പയ്യൻ ഓടി വന്ന് പറഞ്ഞു, ചാച്ചാനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, അവൻ താഴെ ഓഫീസിൽ വെയിറ്റ് ചെയ്യാൻ പറയാൻ പറഞ്ഞു. അവൻ താഴെ പോയി ഓഫീസിൽ നിന്നു. ഞാൻ ഒത്തിരി പേര് പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാവരും പ്രാർത്ഥിച്ചൊക്കെ പറഞ്ഞയച്ച് കഴിഞ്ഞ് ചിറങ്ങിച്ചത്. ചെന്നപ്പോൾ ഇവനെ മുടിയെല്ലാം വളർത്തി, താടിയെല്ലാം വളർത്തി, ഒരു പ്രാകൃതി, വലിയ വണ്ണമില്ല, മുഖത്ത് ഭയങ്കര ക്രൂരഭാവമാണ്. ഞാൻ ചോദിച്ചു, എന്താ മോനെ? അത് ഞാൻ ബസ്സേ വന്ന് ഇവിടെ ഇറങ്ങിയതാ. ഇവിടെ അല്ല ഇറങ്ങേണ്ട, അക്കരെ ഇറങ്ങേണ്ടിയായിരുന്നു, ഇവിടെ ഇറങ്ങിയതാ. ഇവിടുത്തെ ഈ ശബ്ദത്തിലുള്ള ആരാധന കേട്ടിറങ്ങിയതാണല്ലോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ആരാധന കേട്ടെടുത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയല്ലോ. അവൻ വന്ന് യോഗത്തിന് കയറി. അപ്പം ഞാൻ പിറ്റേ ആഴ്ച കൊണ്ട് കുറച്ചുകൂടെ ശബ്ദത്തിൽ ആരാധനയാക്കി കേട്ടോ. അവിടെ ശബ്ദമല്ല, മൈക്കിൻ്റെ അല്ല. ഹലോ. ഇവനകത്ത് കയറി റൂമിനകത്ത് വന്നു. എന്നോട് പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. അവിടെ 3-4 സഹോദരന്മാരെൻ്റെ അടുക്കലുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, സൂസമ്മയും പിള്ളേരുമുണ്ട്. ഇവരെല്ലാം മാറ്റണം. അവരെല്ലാം മാറ്റി കഥ കടച്ചു. ഞാനും അവനും മാത്രം ആ കൊച്ചു മുറിക്കകത്തായി. അവന് പുറകിൽ നിന്ന് വടിവാട് ഊരി മേശപ്പുറത്തോട്ട് വെച്ചു. അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ സന്തോഷം മൊത്തം പോയി. ഉണ്ടായ സംഭവം അത്. ഞാൻ പോക്കറ്റിൽ നിന്നൊരു കൊച്ചു കുപ്പി എന്തോ സാധനം എടുത്തോടെ വെച്ചു. ഞാൻ ചോദിച്ചു, പറഞ്ഞു, ഇതെന്നാ? ഇത് വടിവാണ്, ഇത് സൈനൈഡാണ്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഇതുകൊണ്ട് ഇവിടെ വന്നേ? ഇവിടെ വന്നതല്ല, ഞാൻ 7 ദിവസത്തേക്ക് പരോളിലിറങ്ങിയതാണ്. 2 പേരെ കൊന്നിട്ട് ജയിലിൽ കിടക്കുക. ഇറങ്ങിയത് ഈ 6-നക്കരെയുള്ള ഒരാളെ കൊല്ലാൻ വേണ്ടിയാണ്. അവനെ കൊന്നിട്ട് തിരിച്ചു പോകാനാണ് ഞാൻ ഈ വടിവാളി ഇതുമായിട്ട് വന്നേക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആരാധിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആരോണ്ട് പറഞ്ഞ് ഇറങ്ങടാന്ന്. ആരെ ഇറക്കിയെന്നറിയത്തില്ല, അങ്ങനെ വന്നതാ. നമ്മൾ നീ ഇതെടുത്ത് താത്ത് വെച്ചേ. അവനെ സാധനമൊക്കെ എടുത്ത് താഴെ വെച്ചു. ഞാൻ നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്കെന്തോ എൻ്റെ ഉള്ളത്തിലിങ്ങനെ ആരോ ശക്തമായി പറയുന്നു, താങ്കളെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണമെന്ന്. ഞാൻ അവനെ അവിടെ ഇരുത്തി. എന്നെ വിടുവിച്ച് യേശുവിനെ കുറിച്ച് ഷോർട്ടായിട്ട് പറഞ്ഞ് അവൻ്റെ തലയെ കൈവെക്കുന്നത് അവൻ മുട്ടുകുത്തി. അപ്പം എനിക്ക് ധൈര്യമായി. എന്നേരം ആ ധൈര്യമായി. അവൻ്റെ തലയെ കൈവച്ച് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് അവൻ ചോദിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ 7 ദിവസം കഴിഞ്ഞ് തിരിച്ച് ജയിലിൽ കയറണം. ഇന്ന് ഈ ആരാധന കേട്ടില്ലായിരുന്നു, റാന്നിയിൽ ഒരു കൊലപാതകം കൂടെ നടന്നേനെ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ഞങ്ങളുടെ ആരാധന ഒരു കുടുംബത്തിൻ്റെ കൊലപാതകത്തെ മാറ്റി. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ ആരാധിച്ചൊരു ഇതൊന്നും ഓർത്ത് ആരാധിച്ചല്ല, അവർ കൈയടിച്ച് ആത്മാവിൽ ആരാധിച്ച. പക്ഷേ കൊല്ലാൻ പോയ ഒരുത്തിനെ ഈ ആരാധന പിടിച്ചിറക്കി. അവൻ ആ കൊല്ലുന്ന തീരുമാനം മാറ്റി. അവൻ അന്ന് മാനസാന്തരപ്പെട്ടു. ഇന്ന് രാത്രി ആരാധനയുടെ ശക്തി എന്നാന്ന് നീ ഗ്രഹിച്ചു വേണം ദൈവത്തെ ആരാധിക്കാൻ. ഇവിടെ കൈയടിക്കുമ്പോൾ, നീ ഇവിടെ അന്യഭാഷ പറയുമ്പോൾ, നീ ഇവിടെ ആരാധിക്കുമ്പോൾ ദൂരവ്യാപകമായ ചില വിടുതലുകൾ ദൈവം ഈ രാത്രി ചെയ്യുകയാ. അവന്റെ പടവും ചെന്താമരയുടെ പടം പോലെ പത്രത്തിൽ വന്നേനെ. ചെന്താമര. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആത്മാവിന്റെ ഒരു ആരാധനയ്ക്ക് അവൻ വടിവാൾ ഉപേക്ഷിച്ചു. അവൻ കൊല്ലുന്നതിന് മുമ്പ് പിടിക്കപ്പെട്ടാൽ കുടിച്ചു ചാകാൻ സൈനൈഡ് കൊണ്ടുവന്നേ. അതവൻ ഉപേക്ഷിച്ചു. ഒരു ഹല്ലേലൂയ പറയണം. അവൻ രക്ഷിക്കപ്പെട്ടു. ചില നാളൂടെ അവൻ ജയിലിൽ കിടന്നു. അവന് നല്ല സ്വഭാവം കണ്ട് അവന് ജാമ്യം കിട്ടി. അവനിപ്പം ബീഹാറി കർത്താവിന്റെ വേല ചെയ്യുക. കരമടിച്ച് ആരാധിക്കണം. ഇന്ന് രാത്രി ആരാധനയുടെ പിൻപിലെ ദൈവശക്തിയുടെ വ്യാപാരം തിരിച്ചറിയണം. നിന്റെ കുടുംബത്തിന്റെ ഉള്ളറകളിൽ വ്യാപരിക്കുന്ന അന്യാരാധന പോരുകളെ ഈ രാത്രി തകർത്തിട്ട് നിന്റെ കൂടാരത്തിന്റെ ഉള്ളറയിൽ യേശുവിന്റെ മഹത്വം ഇറങ്ങേണ്ടതിന് അതരം തുറന്ന് അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ ഒരല്പ നിമിഷം ദൈവത്തെ ആരാധിച്ചേ. നമ്മുടെ പ്രതിയോഗി എന്ന് പറയുന്നത് ഈ നിങ്ങൾ വിചാരിക്കുന്ന വലിയ സംഭവമൊന്നുമല്ല. അവൻ പണ്ട് വലിയ സംഭവം ആയിരുന്നു.
അവന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് ദൈവത്തിന് മുമ്പിൽ നഗ്നത മറയ്ക്കുന്ന കാല് മറയ്ക്കാൻ, 2 കൊണ്ട് തേജസ്സുള്ള മുഖത്ത് നോക്കാൻ കഴിയുന്ന മുഖം മറയ്ക്കാൻ, 2 പറക്കാൻ. തമ്പുരാൻ ഒറ്റ വെട്ടിന് 6 ചിറകും അരിഞ്ഞു കളഞ്ഞു. ഇന്ന് രാത്രി നിന്റെ പ്രതിയോഗിക്ക് പണ്ട് ചിറകുണ്ടായിരുന്നു, ഇപ്പൊ ചിറകില്ല. സ്തോത്രം പറയണം. ഹല്ലേലൂയ. നീ അവനെ അങ്ങ് ഒത്തിരി പേടിക്കരുത്. അവന്റെ ചിറക് തമ്പുരാൻ വെട്ടിയതാ. ഹല്ലേലൂയ. വെട്ടേക്കുന്നതിന് മുമ്പ് അവനൊരു പേരുണ്ടായിരുന്നു. ആ പേര് അരുണോദയ പുത്രനായ ശുക്ര, മോർണിംഗ് സ്റ്റാർ എന്നൊക്കെയായിരുന്നു. വെട്ടേറ്റപ്പോ പേര് മാറി, വെട്ടേറ്റ് വീണവൻ. സ്തോത്രം പറയണം. നീ പുച്ഛത്തോടെ പറ, നിന്റെ പ്രതിയോഗി വെട്ടേറ്റ് വീണവനാ. ഹല്ലേലൂയ. സഭയ്ക്കെതിരെ നിൽക്കുന്ന, കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ വെട്ടേറ്റ് വീണവനാ. ഈ രാത്രി അവനെ അല്ല പേടിക്കേണ്ടത്, അവനെ വെട്ടാൻ കരുത്തുള്ള ഒരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പറന്നു പൊങ്ങി ഈയലൊക്കെ ചിറകെല്ലാം കൂടെ പോകുമ്പോൾ നിലത്തൂടെ നിന്ന് ഈ ചെതിലെഴുതുന്നവരെ എഴുതുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ ചിറക് പോയപ്പോൾ പറക്കുന്നവൻ എഴഞ്ഞു. ഇന്ന് രാത്രിയിലും അവൻ എഴുതുന്നേ ഉള്ളൂ. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 27-ാമത്തെ വാക്യവും 4-ാം അധ്യായം 13-ാമത്തെ വാക്യവും ഈ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായി നമുക്ക് വായിക്കാം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. 4:13 നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. വളരെ പരിചിതമായ 2 വേദഭാഗങ്ങളാണ് നമ്മൾ ഈ ആരംഭ രാത്രിയിലെ വായിപ്പാനിടയായിത്തീർന്നത്. ധന്യനായ യോഹന്നാൻ നമുക്ക് അനുഗ്രഹീതമായ സുവിശേഷവും 3 ലേഖനങ്ങളും പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകവും നൽകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലും ലേഖനത്തിലും കൂടെ താൻ ഓർപ്പിച്ച ഒരു കാര്യമാണ് അവനിൽ വസിപ്പി. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് വസിക്കുകയാണ് എന്ന് നമ്മൾ നിരവധി പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഈ 8 ദിവസങ്ങൾ കരിസ്മായിലെ നമ്മുടെ കുറിവാക്യം നമ്മൾ ചേർന്ന് വായിച്ചു. അതിനകത്തെ 1-ാമത്തെ ചിന്ത തന്നെ, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. തൻ്റെ കുറിവാക്യം നാം എല്ലാവരും ഈ 8 ദിവസത്തിനകത്ത് ഒരാൾ പോലും വിടാതെ എല്ലാവരും ദൈവത്തിൻ്റെ മനുഷ്യരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിൻ്റെ മനുഷ്യനാണെന്ന് ഉറപ്പുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ആ കരങ്ങൾ ദൈവം ഒന്ന് കണ്ടോട്ടെ. ഹല്ലേലൂയ. നമ്മുടെ നടപ്പിലും കിടപ്പിലും ഒക്കെ നമ്മൾ ഓർത്ത് ധൈര്യമായി പറയേണ്ട ഒരു വാക്കാണ്, ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിൻ്റെ മനുഷ്യനാണ്, ദൈവത്തിൻ്റെ മനുഷ്യൻ, ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ. ലോകത്തിലെ ഏറ്റവും വലിയ പദവി ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിലെ ഏറ്റവും വലിയ പദവി പ്രസിഡന്റോ സൂപ്രണ്ടോ ഡയറക്ടറോ ഒന്നുമല്ല. ഏറ്റവും വലിയ പദവി ദൈവത്തിൻ്റെ മനുഷ്യനായി തീരുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ 42-ാമത്തെ വർഷമാണ്. 42 വർഷങ്ങൾക്ക് പുറകിലുള്ള എൻ്റെ ഒരു ചരിത്രമുണ്ട്. അന്ന് ഞാൻ പിശാചിൻ്റെ മകനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ എങ്ങനെയൊക്കെ എന്നെ യൂസ് ചെയ്യാമോ അങ്ങനെയെല്ലാം അവൻ എന്നെ യൂസ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. 84 കൃപയാൽ
ഞാൻ ദൈവത്തിൻ്റെ മനുഷ്യനായി മാറി. എൻ്റെ ചരിത്രം തന്നെ ദൈവം മാറ്റി. ഇന്ന് രാത്രിയിൽ, കരിസ്മയുടെ പ്രാരംഭ രാത്രിയിൽ, നീ യഥാർത്ഥമായി ദൈവത്തിൻ്റെ മനുഷ്യനായി മാറുമെങ്കിൽ നിന്റെ ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ചൊരു നിമിഷം ഈ രാത്രി നന്നായി ദൈവത്തെ സ്തുതിക്കട്ടെ. നമുക്കെല്ലാം ഈ കരിസ്മയിൽ ദൈവത്തിന്റെ മനുഷ്യരായി മാറാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വായിച്ച വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഒരു പ്രാവശ്യം കൂടെ ആ വായിച്ച മകള് ഒന്ന് ഉറക്കെ വായിച്ചാട്ട്. അവനാൽ പ്രാപിച്ച അഭിഷേകം. ശ്രദ്ധിക്കണേ, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ഉണ്ടോ? നമ്മൾ യോഗത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇളകി വരുന്ന ഒരു അഭിഷേകമല്ലാതെ വസിക്കുന്ന ഒരഭിഷേകം ഉള്ളവരൊരു സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അതുകൊണ്ട് പി സി ചെറിയാൻ പാസ്റ്റർ വന്നിട്ട് നിങ്ങളെ ഉപദേശിക്കേണ്ട കാര്യം വാസ്തവത്തിലില്ല. ഹലോ, ഉപദേശിക്കണ്ടെന്ന് പറഞ്ഞാൽ കാരണം നിന്നിൽ എന്തുണ്ട്? നീ ദൈവത്തിന്റെ മനുഷ്യനായി മാറിയപ്പോൾ അവനാൽ പ്രാപിച്ച അഭിഷേകം നിന്നിലുണ്ട്. ആ അഭിഷേകമാണ് നിന്നെ ജയത്തോടെ നിത്യത വരെ കൊണ്ട് എത്തിക്കുന്നത്. ഇന്ന് രാത്രിയിൽ എന്നെ ജയത്തോടെ നിത്യത വരെ കൊണ്ട് എത്തിക്കുന്ന ഒരു അഭിഷേകം എന്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ രാത്രി സ്തുതിക്കണം. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ ഒന്നുകൂടെ വായിച്ചു വേഗത്തില്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഫോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. നിങ്ങൾ അവനിൽ വസിപ്പീൻ. അവനിൽ നിന്ന് പ്രാപിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവനിൽ വസിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി ആയിരിക്കാം. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷ 15-ാം അധ്യായത്തിൽ വലിയ ഒരു തോട്ടക്കാരനെ കുറിച്ചും ആ തോട്ടത്തിനകത്തെ ഒരു മുന്തിരിവള്ളിയെ കുറിച്ചും ആ മുന്തിരിവള്ളിയിലെ ഒത്തിരി ശാഖകളെ കുറിച്ച് നമ്മളോട് പറയുകയുണ്ടായി. തോട്ടക്കാരൻ ഒത്തിരിയില്ല, തോട്ടക്കാരൻ ഒന്നേ ഉള്ളൂ. മുന്തിരിവള്ളി ഒത്തിരിയില്ല, മുന്തിരിവള്ളി ഒന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ശാഖകൾ ഒത്തിരിയുണ്ട്. ഈ രാത്രി ഇവിടെ വന്നിരിക്കുന്നവരും ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നവനും ഇരിക്കുന്നവരും എല്ലാം ആ മുന്തിരി വള്ളിയിൽ നിന്നുള്ള ശാഖകളാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 15-ാം അധ്യായത്ത് സൂക്ഷ്മതയോടെ താഴോട്ട് വായിക്കുമ്പോൾ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം വസിക്കുന്ന കൊമ്പുമുണ്ട്, വസിക്കാത്ത കൊമ്പുമുണ്ട് ഈ തോട്ടത്തിൽ തന്നെ. നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വാക്യങ്ങൾ ആ പ്രിയപ്പെട്ട സഹോദരി വായിച്ചു കേൾപ്പിക്കും. 15-ാം അധ്യായം. കായ്ക്കുന്ന കൊമ്പുമുണ്ട്, കായ്ക്കാത്ത കൊമ്പുമുണ്ട് ഈ മുന്തിരിവള്ളിയിൽ തന്നെ. വസിക്കുന്ന കൊമ്പുമുണ്ട്, വസിക്കാത്ത കൊമ്പുമുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ധ്യാനിച്ചു വായിച്ചോ വേഗത്തിൽ. ഞാൻ നിങ്ങളിലും വസിക്കും, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ല. അല്ല മക്കളെ, 1-ാമത്തെ വാക്യം മുതൽ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. യേശു ക്രിസ്തുവിനെ സ്വയമായി നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ആരാണ്? നല്ല ഇടയനാന്ന് പറഞ്ഞ, വെളിച്ചമാന്ന് പറഞ്ഞ, വാതിലാന്ന് പറഞ്ഞ, ഇടയനാന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ
മുന്തിരിവള്ളിയാണ്. ഇവിടെ ഒത്തിരി മുന്തിരിവള്ളികളുണ്ട്, പക്ഷെ സാക്ഷാൽ മുന്തിരിവള്ളി ഒന്നേ ഉള്ളൂ, അത് ഞാനാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. അടുത്ത വാക്യം, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും എന്റെ പിതാവ് അങ്ങനെയല്ലല്ലോ മക്കളെ, ഒന്നാമത്തെ വാക്യം വായിച്ചോണ്ടിരിക്കുകയല്ലേ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകും. പിന്നെ പിതാവില്ലാതെ എന്തോ ബാക്കി വായിച്ചിട്ട് കാര്യമുണ്ടോ? സ്തോത്രം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, പക്ഷേ എന്റെ മോളിൽ ഈ മുന്തിരിവള്ളി നട്ടിരിക്കുന്ന ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിനൊരു ഉടമസ്ഥനുണ്ട്. ആ ആളിന്റെ പേര് തോട്ടക്കാരനെന്നാ. സ്തോത്രം പറയണം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അടുത്ത വാക്യം, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. അപ്പൊ ഈ തോട്ടത്തിൽ കായ്ക്കാത്ത കൊമ്പുണ്ട്. 33 കരിസ്മ കഴിഞ്ഞിട്ടും ഒരു ഫലം ഉണ്ടാകാത്ത കൊമ്പുണ്ട്. ഒന്നാമത്തെ കരിസ്മ തൊട്ട് കായ്ക്കുന്ന കൊമ്പുണ്ട്. സ്തോത്രം പറഞ്ഞില്ല. 33ന്റെ ഒന്നാമത്തെ കരിസ്മ മുതൽ നല്ലപോലെ ഫലം തരുന്ന മുന്തിരിയുണ്ട്. 33ാമതായിട്ട് ഒരു ഫലവും തരാത്ത മുന്തിരിവള്ളിയുണ്ട്. ഇന്ന് രാത്രി വസിക്കുന്നവരും ദൈവം പ്രതീക്ഷിക്കുന്നത് ഫലമാണ്, ഫലമാണ്. ഏറ്റെടുക്കുന്നവര് നന്നായിട്ട് ഒരു നിമിഷം ദൈവത്തെ രാത്രി സ്തുതിച്ചാരാധിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്ന് ധ്യാനിച്ച് നമ്മൾ വായിക്കുമ്പോൾ എത്ര ശക്തമായി കർത്താവ് പറയാണ്, ഞാനാണ് മുന്തിരിവള്ളി. അത് വെറും മുന്തിരിവള്ളിയല്ല, ഒറിജിനൽ സാക്ഷാൽ മുന്തിരിവള്ളി ഞാനാണ്. ഈ മുന്തിരിവള്ളിയുടെ തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്റെ പിതാവാണ്. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെ അവൻ നീക്കിക്കളയുന്നു. അവൻ നീക്കിക്കളയുന്നു. അടുത്ത വാക്യം, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. എവിടെങ്കിലും ചെറിയ ചെത്തോ വേദനയോ കഷ്ടമോ ഉണ്ടെങ്കിൽ നിന്നെ തകർക്കാനല്ല, കഴിഞ്ഞ വർഷം കായ്ച്ചതിനേക്കാൾ ഫലകരമായ ഒരു ഫലമുണ്ടാകുവാൻ ദൈവം നിന്നെ ചെത്തിവെടിപ്പാക്കുക. ഏറ്റെടുക്കുന്നവർ ചേർന്ന് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കണം. സ്വർഗം നിന്നെ ചെത്തി വെടിപ്പാക്കുകയാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കർത്താവെ, അധിക ഫലം കായ്ക്കേണ്ടതിന് എന്നെ ചെത്തിയതിനായ ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത വേളയിൽ അങ്ങനെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി എന്നെ ഉപയോഗിച്ചത് ഇന്നെനിക്ക് ഫലം കായ്ക്കാനാണെന്നറിഞ്ഞതിൽ ഞാൻ അങ്ങയെ സ്തുതിക്കുക എന്ന് പറയുവാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ ഹല്ലേലൂയ. വായിച്ച അടുത്ത വാക്യം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഉപവാസ പ്രാർത്ഥന കരിസ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. രാത്രി യോഗങ്ങളൊക്കെ നടക്കുന്നെങ്കിൽ അതിലുപരി ഭക്തനും തന്റെ കൂടെയുള്ള വിശ്വാസികളും പൂർണ്ണമായി ദൈവസന്നിധിയിൽ വളരെ ശക്തമായ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമാണ്. ഈ ഉപവാസം ദൈവത്തോട് ചേർന്ന് വസിക്കുകയാണ്. യേശു പറഞ്ഞാൽ, എന്നിൽ വസിപ്പീൻ, എന്നിൽ വസിപ്പീൻ. നമ്മളോട് ആവർത്തിച്ചു പറയാണ്, നീ ഈ ലോകത്തിലാണെങ്കിലും വസിക്കുന്നത് എന്നിലായിരിക്കണം. എന്നിൽ വസിപ്പീൻ, എന്നാൽ വസിച്ചാൽ ഞാൻ നിന്നിലും വസിക്കും. കൊമ്പുകൾ എന്ന് പറയുമ്പോൾ മഴ പെയ്തപ്പോൾ മഞ്ഞു വീണപ്പം പൊട്ടിമുളച്ചു വന്ന കൊമ്പല്ല ഈ തോട്ടത്തിലെ. ഇത് മുഴുവൻ ഒട്ടിച്ചു ചേർത്ത. എന്റെ കൂടെ നിന്ന് വരണം. ഈ മുന്തിരിത്തോടിൽ ഒരെണ്ണം പോലും പൊട്ടിമുളച്ചതില്ല, മുഴുവൻ ഒട്ടിച്ചു ചേർത്തതാ. എവിടുന്നറിയാമോ? ബച്ചൂച്ചറെ കൂടെ പോയപ്പോൾ നാശകരമായ കുഴിയിൽ ഒരുത്തൻ കിടക്കുന്നു, കുഴഞ്ഞ ചേറ്റിലൊരുത്തൻ കിടക്കുന്നു. ഒരു കണ്ണിനും അവനോട് ദയ തോന്നിയില്ല. പ്രൈസ് ദി ലോർഡ്. അവനിങ്ങനെ കിടന്നപ്പോൾ ഈ മുന്തിരിവള്ളിക്ക് തോന്നി ചേർക്കാൻ കൊള്ളാം.
പ്രൈസലോ. നാട്ടുകാർ പറഞ്ഞു ചേർക്കാൻ കൊള്ളത്തില്ല, വീട്ടുകാർ പറഞ്ഞു ഒട്ടിക്കാൻ കൊള്ളത്തില്ല, ലോകം പറഞ്ഞു ഒന്നിനും കൊള്ളത്തില്ല. പക്ഷെ അവന് തോന്നി കൊള്ളാമെന്ന് തോന്നിയപ്പോ ചേറ്റെടുക്കുന്നവരെ ആരാധിക്കണം. അർഹതയില്ലാതിരുന്ന നിന്നെ, യോഗ്യതയില്ലാതിരുന്ന നിന്നെ ഒട്ടിച്ചു ചേർത്തത്. ഈ രാത്രി ഒരു മർമ്മം നിങ്ങൾ ഗ്രഹിക്കണം. പിതാവായ ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള സഭയാകുന്ന തോട്ടത്തിൽ ഒറ്റ മുന്തിരിവള്ളിയേ ഉള്ളൂ. അത് നമ്മുടെ യേശുവാണ്. അതിനകത്തെ ബ്രാഞ്ചസ് ഒന്നും കാലാകാലങ്ങളിൽ 18 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും 19 കോവിഡ് വന്നപ്പോഴും മുളച്ചു വന്നതല്ല. ആർക്കും വേണ്ടാതെ എവിടെയൊക്കെയോ കിടന്നതിനെ അവന്റെ കണ്ണിന് ഇഷ്ടപ്പെട്ടു. അവൻ പൊക്കിയെടുത്തു. ആ അഴുക്കെല്ലാം കഴുകി ഈ മുന്തിരിവള്ളിയോട് ചേർത്തൊട്ടിച്ചു. ഒറ്റ കാര്യമുള്ളൂ, നീ എന്നിൽ നിന്ന് ഫലം കായ്ക്കണം. ഈ രാത്രി ഒട്ടിച്ചു ചേർത്തവൻ പ്രശംസിക്കരുത്, ഞെളിയരുത്. ഞെളിയാതെ ഭയപ്പെട്ട് ഈ ദൈവത്തെ സ്തുതിച്ചോണം. സന്തോഷമുള്ളവർ ദൈവത്തെ ആരാധിക്കണം. ഇന്ന് രാത്രി നിനക്ക് ലഭിച്ച ദൈവകൃപ ഏറ്റെടുക്കുന്നവർ മാത്രമേ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ദൈവകൃപയാൽ കൃപയാൽ കൃപയാൽ നിന്നെ ഒട്ടിച്ചു ചേർത്തിരിക്കുകയാ. ഓ ഹല്ലേലൂയ. വസിക്കുന്ന കൊമ്പ്, വസിക്കാത്ത കൊമ്പ്, കായ്ക്കുന്ന കൊമ്പ്, കായ്ക്കാത്ത കൊമ്പ്. ഈ രണ്ടിനകത്ത് നമ്മൾ ഏത് ഗ്രൂപ്പിലാണെന്ന് ഈ പ്രഥമ രാത്രി തന്നെ മനസ്സിലാക്കണം. ഈ 33 വർഷമായിട്ട് ഞാൻ ഈ മുന്തിരിവള്ളി ചേർന്ന് വസിക്കുക. ആ ബ്രാഞ്ചസിൽ ഒഴുകുന്ന രക്തം മുഴുവൻ ഈ മുന്തിരിവള്ളി എന്നുള്ള, പുറത്തുനിന്നുള്ള യാതൊരു രക്തവും ഇതിനകത്തില്ല. ഹല്ലേലൂയ. ഉറപ്പുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ആർട്ടിഫിഷ്യലായി ഏതെങ്കിലും സാംക്രമികമായ വളങ്ങൾ ചേർത്ത് കായ്പിക്കുന്ന ഒന്നും ഈ തോട്ടത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകമായ ഏതെങ്കിലും പാക്കേജ് വളം കൊണ്ടിട്ടും ചാണ്ടിലാണ്ടി സമയം വരുമ്പോ കായ്പിക്കുന്ന ഒരു വളവും ഇതിനകത്താകെ ഉള്ളത് ഈ മുന്തിരിവള്ളി എന്ന് കേറി വരുന്ന ആ രക്തം കൊണ്ടാണ് ഇത് വളരുന്നത്, ഇത് കായ്ക്കുന്നത്, ഇത് ഫലകരമായി തീരുന്നത്. ഇന്ന് രാത്രി അവനിൽ ചേർന്ന് വസിക്കുന്നവന്റെ അകത്തൊഴുകുന്നതെല്ലാം ഈ രക്തത്തിന്റെ ശക്തിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ 11-ാം അധ്യായത്തിൽ ആഴമായ കുറെ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. എന്നാൽ അതിന്റെ 17-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കണം. 17-ാമത്തെ ഭാഗം 11-ാം അധ്യായത്തിന്റെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചേർത്തു. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേർ തന്നെ നിന്നെ എത്ര ചുമക്കുന്നു എന്നോർക്കാം. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. സ്തോത്രം. തന്റെ കോപത്തിൽ അവരെ ഒടിച്ചു കളഞ്ഞു എങ്കിൽ നിന്നെയും ഒടിച്ചു കളയാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അവൻ ഞെളിയാതെ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഭയത്തോടെ ദൈവത്തെ സേവിച്ചോണം.
സഭയ്ക്കകത്തുനിന്ന് പോയത് ഒന്ന് ദൈവഭയമാണ്. സഭയ്ക്കകത്തുനിന്ന് പോയ രണ്ടാമത്തെ കാര്യം വിശുദ്ധിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ ദൈവഭയം? നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടപ്പോൾ ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ച്. അവൻ അതിനു മുമ്പേ നഗ്നനാ. തോട്ടത്തിൽ പുള്ളി വിലസുക. അവൻ അതിനിടയ്ക്ക് പ്രസംഗിച്ച് കാണും, പാടി കാണും, സങ്കീർത്തനം എഴുതി കാണും, എനിക്കറിയത്തില്ല. എപ്പോഴാണോ കൊച്ചമ്മ പഴം കൊടുത്ത് അപ്പൊ തൊട്ടേ പുള്ളി നഗ്നനാ. പക്ഷെ പുള്ളിക്ക് ഒരു ഭയവും ഉണ്ടായില്ല. തോട്ടത്തിൽ 5000 വാട്സിന്റെ ശബ്ദം വെച്ചപ്പോഴല്ല ഭയം ഉണ്ടായേ. തോട്ടത്തിൽ 40 സംഗീതോപകരണം വെച്ചപ്പോഴല്ല ഭയമുണ്ടായേ. തോട്ടത്തിൽ പ്രസിദ്ധ പ്രസംഗകൻ വന്ന് പ്രസംഗിച്ചപ്പോഴല്ല ഭയമുണ്ടായേ. തോട്ടത്തിൽ ദൈവത്തിന്റെ ഒച്ച കേട്ടു. തോട്ടത്തിൽ ജനത്തിന് ഭയമുണ്ടാകണമെങ്കിൽ തോട്ടത്തിൽ കേൾക്കേണ്ടത് നമ്മുടെ ആരുടെ ശബ്ദമല്ല, തോട്ടത്തിൽ കേൾക്കേണ്ട ദൈവത്തിന്റെ ശബ്ദമാ. സന്തോഷമുള്ള ഒരു ദൈവത്തെ ഈ രാത്രി ആരാധിക്കണം. സഭയ്ക്കകത്ത് കേൾക്കേണ്ടത് ദൈവത്തിന്റെ ശബ്ദമാ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ അകത്ത് ഭയമുണ്ടാകത്തുള്ളൂ. വിശ്വസിക്കുന്നവർ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഓ, ഫ്രൂട്ട്സ് രാവിലെ കഴിച്ചതായിരിക്കും. കഴിച്ചപ്പോഴേ പുള്ളി നഗ്നനായതുമാ. പേടിയൊന്നും തോന്നിയില്ല. വെയിലാറിയപ്പോഴാണ് തമ്പുരാൻ വന്നേ. തമ്പുരാന്റെ ഒച്ച കേട്ടപ്പോൾ അവന്റെ ഉള്ളിൽ എന്തോ ഉണ്ടായി പറഞ്ഞേ. ഇന്ന് രാത്രി ഭവനത്തിൽ ഭയമുണ്ടാകണേ, സഭയിൽ ഭയമുണ്ടാകണേ. അവിടെയെല്ലാം മുഴങ്ങി കേൾക്കേണ്ടത് എന്റെ നിങ്ങളുടെ ശബ്ദമല്ല, അവിടെയെല്ലാം മുഴങ്ങിക്കേണ്ട ദൈവത്തിന്റെ ശബ്ദമാണ്. ഇന്ന് രാത്രി ഒന്ന് ഇടപെടട്ടെ, ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, എന്റെ കാതുകളിൽ ദൈവഭയമുണ്ടാകുന്നതായ ദൈവശബ്ദം എന്നെ കേൾപ്പിക്കണം. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ദൈവശബ്ദങ്ങൾ കുറഞ്ഞപ്പോൾ ജനത്തിന്റെ ഭയം മാറി. ഞാൻ ഇന്നലെ പ്രസംഗിച്ചെടുത്ത് വളരെ കാര്യമായിട്ട് 2 കാര്യം പറഞ്ഞു. അതിലൊന്ന്, ഞാനിവിടെ അത് ഒരു 3 മാസം പ്രാർത്ഥിച്ചുണ്ടാക്കിയ മെസ്സേജാണ്. ഒരു വലിയ ജനറൽ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വേണ്ടി തന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ മെസ്സേജാണ്. പക്ഷേ സമയം കിട്ടിയില്ല, 25 മിനിറ്റേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് അവിടെ അത് പ്രസംഗിക്കാൻ ഒത്തില്ല. സ്തോത്രം. അപ്പം ഞാൻ ഇന്നലെ അത് പ്രസംഗിച്ചു. അതിനകത്തൊരു കാര്യം, നമ്മുടെ പ്രതിയോഗി എന്ന് പറയുന്നത് ഈ നിങ്ങൾ വിചാരിക്കുന്ന വലിയ സംഭവമൊന്നുമല്ല. അവൻ പണ്ട് വലിയ സംഭവം ആയിരുന്നു. അവന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് ദൈവത്തിന് മുമ്പിൽ നഗ്നത മറയ്ക്കുന്ന കാല് മറയ്ക്കാൻ, 2 കൊണ്ട് തേജസ്സുള്ള മുഖത്ത് നോക്കാൻ കഴിയുന്ന മുഖം മറയ്ക്കാൻ, 2 പറക്കാൻ. തമ്പുരാൻ ഒറ്റ വെട്ടിന് 6 ചിറകും അരിഞ്ഞു കളഞ്ഞു. ഇന്ന് രാത്രി നിന്റെ പ്രതിയോഗിക്ക് പണ്ട് ചിറകുണ്ടായിരുന്നു, ഇപ്പൊ ചിറകില്ല. സ്വോത്രം പറയണം. ഹല്ലേലൂയ. നീ അവനെ അങ്ങ് ഒത്തിരി പേടിക്കരുത്. അവന്റെ ചിറക് തമ്പുരാൻ വെട്ടിയതാ. ഹല്ലേലൂയ. വെട്ടേക്കുന്നതിന് മുമ്പ് അവനൊരു പേരുണ്ടായിരുന്നു. ആ പേര് അരുണോദയ പുത്രനായ ശുക്ര, മോർണിംഗ് സ്റ്റാർ എന്നൊക്കെയായിരുന്നു. വെട്ടേറ്റപ്പോ പേര് മാറി, വെട്ടേറ്റ് വീണവൻ. സ്തോത്രം പറയണം. നീ പുച്ഛത്തോടെ പറ, നിന്റെ പ്രതിയോഗി വെട്ടേറ്റ് വീണവനാ. ഹല്ലേലൂയ. സഭയ്ക്കെതിരെ നിൽക്കുന്ന, കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ വെട്ടേറ്റ് വീണവനാ. ഈ രാത്രി അവനെ അല്ല പേടിക്കേണ്ടത്, അവനെ വെട്ടാൻ കരുത്തുള്ള ഒരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പറന്നു പൊങ്ങി ഈയലൊക്കെ ചിറകെല്ലാം കൂടെ പോകുമ്പോൾ നിലത്തുകൂടെ നിന്ന് ഈ ചെതലെഴുതുന്നവരെ എഴുതുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ ചിറക് പോയപ്പോൾ പറക്കുന്നവൻ എഴഞ്ഞു. ഇന്ന് രാത്രിയിലും അവൻ എഴുന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പിന്നെ എഴുന്നവൻ്റെ ഒരു പ്രത്യേകത, അവന് പ്രത്യേകിച്ച് ഷട്ടറിട്ട വാതിലൊന്നും വേണ്ട. മൊത്തം ഫെൻസിങ് കെട്ടി ഗേറ്റ് ഇട്ടാലും അവൻ തോട്ടത്തിൽ നുഴഞ്ഞു കയറും. ആവർത്തിച്ച് ഈ പുസ്തകം എഴുതി അവൻ നുഴഞ്ഞു കയറുമെന്ന.
ഹലോ, പ്രൈസ് ദി ലോർഡ്. അവൻ വീണപ്പോൾ ഉണ്ടായ സംഭവം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വെട്ടേറ്റ് അവൻ വീണ വീഴ്ചയിൽ ഈ ഭൂമി താണുപോയി. മനുഷ്യന് പാർപ്പാൻ ദൈവം ഉണ്ടാക്കിയ മനോഹരമായ ദൈവപുത്രന്മാർ കണ്ട് ആർത്തുല്ലസിച്ച ഈ ഭൂമി താണുപോയി. ഉണ്ടായിരുന്നെല്ലാം പാഴായിപ്പോയി, ശൂന്യമായി പോയി. വെള്ളത്തിന്മീതെ വെള്ളം മൂടിപ്പോയി, ഇരുളതിന്റെ മീതെ വന്നു. ഒരു വീട്ടിൽ ഇവൻ വീണാൽ, ഒരു വ്യക്തിയിൽ ഇവൻ വീണാൽ, ഒരു കുടുംബത്തിൽ വീണാൽ ആ കുടുംബം പാഴാകും, ആ തലമുറ പാഴാകും. ഇന്ന് രാത്രി ആത്മാവ് നീ അവനെ വെട്ടണം. ഹല്ലേലൂയ. നിനക്ക് അഭിഷേകം തന്നിരിക്കുന്നത് പാഴാക്കുന്ന ശൂന്യമാക്കുന്ന വ്യാപാരങ്ങളെ ഇന്ന് രാത്രി ആത്മാവിന്റെ കരുത്തോടെ ജയിക്കാനുള്ള ദൈവകൃപ. എന്റെയൊക്കെ വീട്ടിൽ 84 വരെ ഇവൻ തേർവാഴ്ച നടത്തുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നന്മകളെ പിടിച്ചെടുത്ത് അനുഗ്രഹങ്ങളെ തടഞ്ഞ് നാലുപാട് ഞെരുക്കി എല്ലാത്തിനെയും 4 വഴിക്കാക്കി എല്ലാ അനുഭവങ്ങളെയും ചോർത്തിക്കളഞ്ഞെങ്കിൽ 84 രക്തത്തിന്റെ ശക്തി കൂടാരത്തിൽ വെളിപ്പെട്ടപ്പോൾ അവന്റെ ആധിപത്യങ്ങളെ ഉടച്ചിട്ട് ആത്മാവിന്റെ വ്യാപാരം കുടുംബത്തിൽ വെളിപ്പെട്ടപ്പോൾ കുടുംബത്തിനകത്ത് വിടുതൽ ഉണ്ടായെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ കൂടാരത്തിനകത്ത് യേശുവിന്റെ മഹത്വം വെളിപ്പെടണം. ഉടവരമനക ശബ്ദരാധരാജന. Oh, hallelujah. Praise the Lord. Praise the Lord. പാഴായി പോയി, ശൂന്യമായി പോയി, താണുപോയി, ഇരുള് മൂടി. എങ്ങനെയാ പാസ്റ്റർ ഈ പ്രശ്നത്തെ ജയിക്കുന്നേ? കൈയടിച്ചാ മതിയോ? പോരാ. പാട്ടുപാടിയാ മതിയോ? പോരാ. പുസ്തകം വായിച്ചാ മതിയോ? പോരാ. അവൻ മൂലം നിങ്ങളിൽ വസിക്കുന്ന ആത്മാവ് മീതെ പരിവർത്തിക്കണം. ഓ, ആ പാഴിന്റെ മീതെ, ആ ശൂന്യതയുടെ മീതെ ആത്മാവ് പരിവർത്തിച്ചാൽ, ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക, ഏത് പാഴും മാറും, ഏത് ശൂന്യതയും മാറും. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഇന്ന് രാത്രി ഞങ്ങൾക്കായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, പക്ഷെ ആത്മാവ് പരിവർത്തിച്ചാൽ വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. നിന്റെ കൂടാരത്തിന്റെ ഉള്ളറയിൽ ആത്മാവ് പരിവർത്തിച്ചാൽ കരമെടുത്ത് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ആത്മാവ് പരിവർത്തിച്ചപ്പോൾ വെള്ളം ഒരു ഭാഗത്തേക്ക് മാറി, ഭൂമി കാണായി വന്നു. ഒരു സ്തോത്രം പറയണം. പിശാച് പറഞ്ഞ ആയുസ് കാണത്തില്ലെന്ന്, ആയുസ് പൊങ്ങത്തില്ലെന്ന്, ഒരു നന്മയും മുളയ്ക്കത്തില്ലെന്ന്. പക്ഷെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ ഭൂമി കാണായി വന്നു. ഈ കരിസ്മയുടെ പ്രാരംഭ രാത്രിയിൽ ഇനി കാണത്തില്ലെന്ന് പറഞ്ഞത്, ഇനി ഉയരത്തില്ലെന്ന് പറഞ്ഞത്, ഇനി പൊങ്ങി വരത്തില്ലെന്ന് പറഞ്ഞത് ആത്മാവ് ഉയർത്തിക്കൊണ്ടുവരുമെന്ന്. ഓ, വിശ്വസിക്കുന്നവരുടെ ദൈവത്തെ ആരാധിക്കട്ടെ. കുടുംബങ്ങൾക്കെതിരെ, തലമുറകൾക്കെതിരെ വ്യാപരിക്കുന്ന അന്യാരാധന മണ്ഡലങ്ങളെ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ശാസിച്ചിട്ട് ചിലരെ ഉയർത്തിക്കൊണ്ടുവരാൻ പോകുകയാ. ഓ റബലമന ശംദരാദര റിഖലമന വശ സൈഡരേദര ജഗൽകമന. ഹല്ലേലൂയ. പിന്നെല്ലാം കൽപ്പനയാകട്ടെ. വെളിച്ചം ഉണ്ടാകട്ടെ, ഇരുൾ മാറട്ടെ, ഭൂമി കാണായി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. കൽപ്പന പറയാൻ തുടങ്ങിയപ്പോൾ എഴയുന്നവൻ പുറകോട്ട് മാറി, ഭൂമി കാണായി വന്നു. നോക്കി നിൽക്കുമ്പോൾ അതത് തരം സസ്യങ്ങളും അതത് തരം വൃക്ഷങ്ങളും മുളച്ചു വന്നു. പിശാച് പറഞ്ഞ ആയുസ് മുളയ്ക്കത്തില്ലെന്ന, പക്ഷെ സ്വർഗം പറഞ്ഞ ഒരു കുറ്റി വെട്ടിയന്റെ വാക്കി കുറ്റി കിടന്നാലും ആത്മാവിന്റെ ഗന്ധമടിക്കുമ്പോൾ അത് മുളച്ചു വരുമെങ്കിൽ ഇന്ന് രാത്രിയിൽ മുളയ്ക്കത്തില്ലെന്ന് പറഞ്ഞ കൂടാരത്തിനകത്ത് പുതിയ ചിലത് മുളച്ചു വരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കര ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ചേ. നിന്നിൽ, നിന്റെ കുടുംബത്തിൽ, തലമുറയിൽ പുതിയതൊന്ന് മുളച്ചു വരത്തില്ലെന്ന് പിശാച് വാദിക്കുന്ന മണ്ഡലങ്ങളിൽ
ഭൂമിയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച്. മനുഷ്യനോടൊരു കാര്യം പറഞ്ഞു, നീ സകലത്തിന്റെ മേലും വാഴണം. എല്ലാവരും പറഞ്ഞേ, കേട്ടില്ല. അടുത്തിരിക്കുന്ന ആളിനോട് കൈ കൊടുത്ത് പറ, വാഴണമെന്ന് പറഞ്ഞ്. ആത്മാർത്ഥമായിട്ട് പറയണം. മറ്റോൻ എഴയണം, നീ വാഴണം. മറ്റോൻ എഴയണം, നീ വാഴണം. തിരുവല്ലയിൽ നീ വാഴണം, കുടുംബത്തിൽ നീ വാഴണം. ഹല്ലേലൂയ. നിന്റെ തലമുറയിൽ നീ വാഴണം. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാത്രി എഴയുന്ന വ്യാപാരത്തിന് മീതെ ഹല്ലേലൂയ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ അധികാരം തന്ന ദൈവത്തിന്റെ ആത്മാവിൽ നീ ഈ പട്ടണത്തെ വാഴണം. പ്രൈസ് ദി ലോർഡ്. നമ്മെ കൃപയെ കൊണ്ടുവന്നത് തോട്ടക്കാരനായ ദൈവത്തിന്റെ തോട്ടത്തിൽ മുന്തിരിവള്ളിയാകുന്ന യേശു ക്രിസ്തുവിനോട് ചേർന്ന് വസിച്ച് നല്ല ഫലം കായ്ച്ച് ഇവിടെ വാടാനാ. ഹല്ലേലൂയ. നമുക്ക് 6 മണിക്ക് യോഗമാണ്, നമ്മൾ 8 മണിക്കേ വരത്തുള്ളൂ. പലരും എഴഞ്ഞാ വരുന്നേ. ഇനി ഹല്ലേലൂയ പറയാൻ പറഞ്ഞാലും നമ്മൾ ഒരു ഹല്ലേലൂയ പറഞ്ഞൊരു 5 മിനിറ്റ് എടുക്കും. ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞൊരു വലിഞ്ഞ് എഴഞ്ഞാ പറയുന്നേ. എവിടെയോ അവന്റെ ചെറിയ സാന്നിധ്യമുണ്ട്. അതില്ലാത്തവൻ ഹല്ലേലൂയ പറഞ്ഞ കേട്ട ഒരു സുഖമാ, ആരാധിക്കുന്ന കണ്ട ഒരു സുഖമാ. ഇന്ന് രാത്രി നിന്നെ വിളിച്ച് എഴയാനല്ല, സഭയ്ക്കകത്ത് എഴയാനല്ല, വാഴാനാ. വാഴാൻ വിശ്വസിക്കുന്നവര് നീ ധൈര്യത്തോടെ പറഞ്ഞാന് ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് പൈശാചിക മേഖലകളുടെ മേൽ ആത്മാവിന്റെ ശക്തിയോടെ വാഴുമെന്ന് പറ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവന്റെ ചിറക് തമ്പുരാൻ അരിഞ്ഞു, കാൽവറി തലയും തകർത്തു. ഇപ്പൊ വാക്ക് നിങ്ങൾ ഭാവനെ കണ്ടേ. തമ്പുരാൻ ചിറകെന്ത് ചെയ്തു? അരിഞ്ഞു. പിന്നെ അവൻ എഴയമായിരുന്നു. എഴഞ്ഞോന്റെ തല കാൽവറി കർത്താവ്. ഇപ്പൊ വാക്ക് കണ്ടോണം, നീ പേടിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി പറയാം, ഭയങ്കര ദൈവ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞ ആരും ഹല്ലേലൂയ പറയാമോ? ഞാൻ പറയണം, മറ്റോൻ എഴഞ്ഞു കയറുന്ന ഒരു കാഴ്ച ഞാൻ വെളിപ്പാടി കാണുന്നു. നിങ്ങളെല്ലാം കസാറ നിറങ്ങി ആരാധിക്കും. ഓ സാറേ, ഞാൻ പറയുവാണ്, ഇന്ന് രാത്രി ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് കാണുന്നുണ്ട്, ഞാനത് ആത്മാവി ദർശിക്കാന്ന് പറഞ്ഞ ഒരു ഹല്ലേലൂയ ആരെങ്കിലും പറയാമോ? പ്രൈസ് ദി ലോർഡ്. അതിനിടയ്ക്ക് എനിക്കപ്പോൾ കാര്യം മനസ്സിലായ സൈക്കോളജി ഞാൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഇളക്കണമല്ലോ. അതിന് ഞാൻ പറഞ്ഞു, ഇതിനിടയ്ക്കൂടെ അവൻ നുഴഞ്ഞു വരുന്നൊരു കാഴ്ച ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കസാറന്ന് ചാടി ആരാധിക്കും. അപ്പൊ നിങ്ങൾക്ക് പേടി ആരെയാ? ഇന്ന് രാത്രി പിശാചിനെ പേടിച്ചല്ല ആരാധിക്കണ്ടേ. ഹല്ലേലൂയ. പിശാചിന്റെ വെല്ലുവിളി കേട്ടല്ല ആരാധിക്കണ്ടേ. എന്റെ യേശുവിന്റെ മഹത്വം കണ്ട് ആരാധിക്കണം. ഓ, ഏറ്റെടുക്കുന്ന ദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കേണ്ടത് നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ കണ്ടുകൊണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് നന്നായിട്ട് എഴയുന്ന ആരാധനയല്ല, വസിക്കുന്ന ആരാധന, വാഴുന്ന ആരാധന. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് തിരിച്ചു വരാം. മനുഷ്യന്റെ വലിയ പണിയെ പൊളിച്ചത് ഭാഷ കലക്കിയ. ഏത് പണിയും പൊളിക്കാൻ ഭാഷ കലങ്ങിയാൽ മതി. ഭാഷ കലങ്ങിയാൽ ഏത് പണിയും പൊളി. സ്തോത്രം. അമ്മാമ്മ പറയുന്ന അച്ഛനും, അച്ഛൻ പറയുന്ന അമ്മാമ്മയ്ക്കും മനസ്സിലായില്ലെങ്കിൽ ഭാഷ കലങ്ങിയ വീട് പൊളി. പിള്ളേർ പറഞ്ഞ അപ്പനും അമ്മയ്ക്കും, അപ്പനും അമ്മ പിള്ളേർക്കും മനസ്സിലായാലും കുടുംബം പൊളി. ഉപദേശി പറഞ്ഞ വിശ്വാസിക്ക് വിശ്വാസം, ഉപദേശിക്ക് മനസ്സിലായാലും സഭ പൊളി. പിന്നെ ഭാഷ കലങ്ങിയാൽ എല്ലാം പൊളിയുമെന്നേ. അതിന് കർത്താവ് പറഞ്ഞു, ഞാൻ പണി പൊളിയത്തില്ല. അതിനെന്താ ചെയ്യുന്നറിയാമോ? ഭാഷ തന്നു. ഹല്ലേലൂയ. ഭാഷ തന്ന സഭയെ പണിത്. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. മനുഷ്യന്റെ പണി, നിമ്രോദിന്റെ പണി, ബാബേലിന്റെ പണി ഭാഷ കലക്കി മാറ്റിയെങ്കിൽ സഭയ്ക്ക് ദൈവം ഭാഷ തന്നു. മർക്കോസിന്റെ മാളിക മുറിയിൽ ആള് കൂടിയത്
സുപ്രസിദ്ധ ലോക പ്രശസ്ത പ്രസംഗകനായ പത്രോസ് ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുമെന്ന് പറഞ്ഞ് നോട്ടീസ് കണ്ടൊന്നുമല്ല. അദ്ദേഹം പോകുമ്പോൾ 7 വരെ രോഗി സൗഖ്യമാകുന്നുണ്ട്. അദ്ദേഹമാണ് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ള നിനക്ക് തരുന്ന നസറാന്ന് എഴുതിയേക്കാൻ പറഞ്ഞ മുടന്ന സൗഖ്യമായത്. ലോക പ്രശസ്ത ഉണർവ് പ്രാസംഗികനും രോഗശാന്തി വരപ്രാർത്ഥനുമായ പത്രോസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ല ആളുകൂടിയ ഭാഷ കേട്ട. പിന്നെ മർക്കോസിന്റെ മാളിക മുറിയിലെ ഭാഷ കേട്ട ആള് കൂടിയത്. ഇന്ന് രാത്രി കരിസ്മയിൽ നിന്റെ അകത്തു നിന്ന് ആത്മാവിന്റെ ഭാഷ പുറപ്പെട്ടാൽ തിരുവല്ല പട്ടണം ഇവിടെ വരും. വിശ്വസിക്കുന്നവർ ആത്മാവിൽ കരുത്തോടെ ആരാധിക്കട്ടെ. സഭയ്ക്കകത്ത് വെളിപ്പെടേണ്ടത് ആത്മാവിന്റെ ഭാഷയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ പണി ഭാഷ കലക്കി പൊളിച്ചെങ്കിൽ ദൈവത്തിന്റെ സഭയുടെ പണി ആരംഭിച്ചത് ഭാഷ തന്ന. സ്തോത്രം പറയണം. അതുകൊണ്ട് പണ്ട് രക്ഷിക്കപ്പെടുന്നവര് മാനസാന്തരപ്പെട്ടായിരുന്നു രക്ഷിക്കപ്പെടുന്നേ. തെറ്റിദ്ധരിക്കല്ലേ. അവർക്ക് ഭയങ്കര പാപബോധമുണ്ടാകുമായിരുന്നു. കാരണം അന്ന് ഉപദേശി പ്രസംഗിക്കുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപപരിഹാരകനായ ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച പാപപരിഹാര യാഗത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ജനത്തിന് പാപബോധമുണ്ടായിട്ട് സഹോദരന്മാരായ പുരുഷന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. അവന് പാപബോധമുണ്ടായി രക്ഷിക്കപ്പെടുമ്പോൾ രക്ഷാവാചകം ഏറ്റുചൊല്ലും. അപ്പൊ അവരെല്ലാം പൊട്ടിക്കരഞ്ഞോണ്ടാ രക്ഷിക്കപ്പെടുന്നേ. അങ്ങനൊക്കെ 84 കരഞ്ഞുകൊണ്ടാ 25 നിൽക്കുന്നേ. ചിരിച്ചോണ്ട് രക്ഷിക്കപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. കരഞ്ഞോണ്ട് പോവാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവന് സ്നാനം എന്താന്ന് വചനത്തിൽ നിന്ന് പഠിപ്പിക്കും. വചനം പഠിച്ചവൻ നല്ല നിയോഗമുള്ള അഭിഷക്തന്മാരുടെ കൈക്കീരെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടും. സ്നാനപ്പെട്ടവനെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നും വെച്ച് കാത്തിരിപ്പ് യോഗം നടത്തും. കാത്തിരിപ്പ് യോഗം എന്തിനാന്ന് ചോദിച്ചാൽ OET പാസ്സാകാനും IELTS പാസ്സാകാനും അയർലൻഡിൽ പാനുമല്ല. കാത്തിരിപ്പ് യോഗം ഭാഷ കിട്ടാനായിരുന്നു. കാത്തിരിക്കുന്നവന് ഭാഷ കിട്ടും. ഭാഷ കിട്ടുമ്പോൾ അവന് ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ ആരാധിക്കും. അന്ന് ഭാഷാപരമുള്ളവരുണ്ട്, വ്യാഖ്യാനപരമുള്ളവരുണ്ട്, കൃപാപരമുള്ളവരുണ്ട്. ഇന്ന് രാത്രി കരിസ്മയുടെ പ്രാരംഭ രാത്രി സഭയ്ക്കകത്ത് ഭാഷയുടെ ശക്തി വെളിപ്പെടട്ടെ. കൊർന്നലിയോസിന്റെ വീട്ടിൽ വചനം കേട്ടവരെ സ്നാനപ്പെടുത്താൻ തീരുമാനിച്ചത് ആദിയിലെന്ന പോലെ ഞങ്ങൾക്ക് കിട്ടിയ അതേ ആത്മാവിനെ കിട്ടി ഇവരൊക്കെ ആരാ വെള്ളം വിലക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കുന്നുണ്ടോ? പത്രോസിന്റെ പ്രസംഗം കത്തിക്കേറിയപ്പോൾ കൊർന്നലിയോസിന്റെ വീട്ടിൽ നിന്ന് മുഴുവൻ പേരും അന്യഭാഷയിൽ സംസാരിച്ചു. ഇന്ന് രാത്രി എന്റെ ആഗ്രഹം മുഴുവൻ പേരും അന്യഭാഷയിൽ സംസാരിക്കണം. പറഞ്ഞാൽ നിന്റെ കുടുംബത്തിന്റെ കെട്ടി രാത്രി അഴിയും, നിന്റെ തലമുറയുടെ കെട്ടി രാത്രി അറിയും, ഈ പട്ടണത്തിന്റെ കെട്ടി രാത്രി അറിയും. നീ അഭിഷേകത്തോടെ ആരാധിക്കാൻ തുടങ്ങിയാൽ അഴിയാത്ത ബന്ധനങ്ങളില്ല. പൗലോസിന് അറിയണ്ടേ? ഹോള് പണിതോ? AC വെച്ചോ? എത്ര കുടുംബങ്ങളുണ്ട്? CBC സിലബസ് അടുത്തുണ്ടോ? ഒന്നുമല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അത് അദ്ദേഹത്തിന് അറിയണ്ടേ? ഹലോ, പൗലോസിന് അറിയേണ്ടത് നിങ്ങൾ വണ്ടി മേടിച്ചോ കാറ് മേടിച്ചോ എന്നല്ല. പൗലോസിനെ സ്നാനപ്പെട്ടിട്ട് ആത്മാവിനെ പ്രാപിച്ചോ? ഈ 33ാമത്തെ യോഗത്തിന്റെ ആദ്യ രാത്രി എനിക്ക് ചോദിക്കാനുള്ളത്, നീ ബെന്തിക്കോസി വന്നിട്ട് ആത്മാവിനെ പ്രാപിച്ചോ? പ്രാപിച്ചവൻ ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തിയിൽ ഈ രാത്രി ജനം ദൈവത്തെ ആരാധിക്കട്ടെ. അകത്തു വന്നവൻ പ്രാപിക്കേണ്ടത് ആത്മാവിനെയോ? ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തനിമയുള്ള ബന്ധിക്കോസുകാരാ. ലക്ഷയിലെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കാലം മാറിയെന്നേ ഉള്ളൂ, പുസ്തകത്തിന് മാറ്റമില്ല, വചനത്തിന് മാറ്റമില്ല. ഇന്ന് പുതിയ ഉപദേശമുള്ള ഉപദേശിമാര് കാണും, പക്ഷേ പഴമക്കാരായി ഞങ്ങൾക്കൊന്നും ഉപദേശത്തിന് മാറ്റമില്ല. അന്നും ഇന്ന് ഉപദേശം ഒന്ന്, രക്ഷിക്കപ്പെട്ട നീ സ്നാനപ്പെടണം, സ്നാനപ്പെട്ട നീ അഭിഷേകം പ്രാപിക്കണം, അഭിഷേകം പ്രാപിച്ച അന്യഭാഷ അടയാളത്തിൽ ദൈവത്തെ ആരാധിക്കണം. സന്തോഷമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അന്യഭാഷ പ്രാപിച്ചവരെല്ലാം ഓ റബബബബ ശംദര രഗമന റൗഷ സൈഡരെ ദിഗാരകൾ കമന. ഹല്ലേലൂയ. അപ്പുറത്ത് ഭയങ്കര വെടിക്കെട്ട് പെരുന്നാൾ നടക്കുക. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ 12 ഗോത്രത്തിൽ ലക്ഷോപലക്ഷം ആള് വന്നേക്കുക. ഇവരെല്ലാം കൂടെ ബോറടിക്കാതിരിക്കാൻ, വന്നവൻ പോകാതിരിക്കാൻ പല പ്രോഗ്രാം, പല സ്റ്റേജ് നടക്കുക. നമുക്കൊരു സ്റ്റേജേ ഉള്ളൂ, പല സ്റ്റേജ്. ഒരിടത്ത് കഥാപ്രസംഗം, ഒരിടത്ത് ബാലെ, ഒരിടത്ത് ഗാനമേള, ഒരിടത്ത് ഡാൻസ്, സ്തോത്രം, ഒരിടത്ത് വെടിക്കെട്ട്, ഒരിടത്ത് ആനയെഴുന്നള്ളത്ത്, ഒരിടത്ത് അമ്പാരി, ഒരിടത്ത് ഉള്ളികമത്ത്. ഭയങ്കര പ്രോഗ്രാം. അതിനിടയ്ക്ക് ഇവിടെ 120 പേര് അന്യഭാഷ പറയുന്നു. അന്യഭാഷ പറയാൻ വെടിക്കെട്ട് കേട്ടവൻ ഓടി ഇങ്ങോട്ട് ഓടി. ഹലോ, വെടിക്കെട്ട് കണ്ടോണ്ടിരുന്നവൻ അന്യഭാഷ കേട്ടപ്പോ ഇങ്ങോട്ട് ഓടി. ഇന്ന് രാത്രി തിരുവല്ല പട്ടണം ഓടി ഇവിടെ വരും. ഇത്രയും പേര് അന്യഭാഷ ഈ ദൈവത്തെ ആരാധിച്ചാൽ ഈ പട്ടണത്തിന്റെ പൈശാചിയെ കെട്ടി രാത്രി അഴിയും. വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കണം. ഈ പട്ടണത്തെ മൂടി നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഇന്ന് രാത്രി ആത്മാവ് അഴിക്കുമെന്ന്. ഓ ഓ വിശ്വസിക്കുന്നവർ അന്യഭാഷ ഈ ദൈവത്തെ ആരാധിക്കട്ടെ. ഈ രാത്രി ചലനാത്മകമായൊരു ദൈവകൃപ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. അവരെല്ലാം കൂടെ ഓടി ഇവിടെ വന്നു. വന്നത് 3000 പേരാന്ന് എന്റെ കൂടപ്പുറപ്പുകൾ തെറ്റിദ്ധരിക്കല്ലേ. 10,000-ഓ 20,000-ഓ വന്ന് കാണും. അവരിൽ 3000 പേരന്ന് സ്നാനപ്പെട്ടു. 10,000 പേര് വന്നാലും സ്നാനപ്പെട്ടോടെ പേരെ ലിസ്റ്റ് വരത്തുള്ളൂ. അച്ഛാ, അവിടെ 10,000 പേര് വന്ന് കാണും. അതിൽ 3000 പേര് എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. ഇന്ന് രാത്രി ഇവിടെ 1,00,000 പേര് വന്നാലും സ്നാനപ്പെട്ടവന്റെ പേര് പുസ്തകത്തിൽ വരും. നിന്റെ പേര് പുസ്തകത്തിൽ ഒന്ന് ഉറപ്പുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇല്ലെങ്കിൽ ഈ കരിസ്മയുടെ എല്ലാ ദിവസവും, ഞായറാഴ്ച അല്ല, എല്ലാ ദിവസവും ഒരു സെക്ഷൻ സ്നാനം കൂടെ നടക്കട്ടെന്നേ. പിന്നെ ദൈവം പട്ടണത്തെ കൈത്തരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ ഒരു കൊയ്ത്തിന്റെ സമയമാ. ഇനി തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. പാരമ്പര്യങ്ങൾക്കോ സാമുദായിക ശക്തികൾക്കോ അന്യാരാധന കോട്ടകൾക്കോ ഇനി തടയാൻ കഴിയാതെ അഭിഷേകം അകത്ത് വെളിപ്പെട്ടാൽ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. നമ്മളൊരു പാട്ടൊക്കെ പാടി സ്വോത്രകാഴ്ച എടുക്കാൻ പോയാ, അത് കഴിഞ്ഞ് സമയമുണ്ട് വീണ്ടും നമ്മൾ പ്രസംഗിക്കും. പക്ഷെ ഒരു കാര്യം, ഈ ആള് കൂടി വന്നപ്പോൾ ഈ 120 പേരുടെ പുറത്ത് ഭയങ്കര സന്തോഷം. അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചവരുടെ എല്ലാം മുഖത്ത് ഭയങ്കര സന്തോഷം. നിങ്ങൾ നോക്കി അടുത്തിരിക്കുന്ന ആരുടെയും മുഖത്ത് സന്തോഷമുണ്ടോ? ഇപ്പൊ ഈ വന്നവർ ചോദിച്ചത്, ഈ സന്തോഷം ഞങ്ങൾക്കൂടെ കിട്ടാൻ ഞങ്ങൾ എന്തോ ചെയ്യണം? ചോദ്യത്തിന് മറുപടി പറയാൻ 11 പേരോട് ഒന്നിച്ചെഴുന്നേറ്റു. എന്തൊരു ഐക്യതയാ! 11 പ്രസംഗകർ ഒന്നിച്ചെഴുന്നേറ്റു. എന്നിട്ട് പത്രോസ് മറുപടി പറഞ്ഞത് പ്രസംഗമായതാ, പ്രസംഗിച്ചതല്ല. ഹലോ, തെറ്റിദ്ധരിക്കല്ലേ. ഇവർ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞതാ. ഇവരുടെ ചോദ്യം, ഈ വീഞ്ഞു കുടിച്ച് മത്തരായവരെ പോലെ ഇവരിങ്ങനെ ആനന്ദിച്ച് ആരാധിക്കുന്ന, ഈ മുഖത്ത് ഇത്രയും തേജസ് വ്യാപരിക്കുന്ന ഈ സന്തോഷം പെരുന്നാളിന് പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കൂടി ഇത് കിട്ടാൻ എന്ത് ചെയ്യണം?
ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ സന്തോഷം നഷ്ടപ്പെട്ട ലോകത്തിൽ സന്തോഷം മടക്കി കൊടുക്കാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് ആത്മാവിന്റെ അഭിഷേകമാ. ഏറ്റെടുക്കുന്ന ദൈവത്തെ ആരാധിക്കട്ടെ. ഓ, സന്തോഷം നഷ്ടപ്പെട്ട ലോകത്തിൽ സന്തോഷം മടക്കി തരാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് ആത്മാവിന്റെ ആരാധനയാ. ഹല്ലേലൂയ. അവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങളെ മനുഷ്യരാരും ഉപദേശിക്കേണ്ട കാര്യം ഇല്ല. നിങ്ങൾ വസിക്കുന്ന ആത്മാവ് നിങ്ങളെ ഉപദേശിച്ച് നടത്തും. ഒരല്ലേലിയ പറഞ്ഞേ. നീ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും പാട്ട് പാടുമ്പോൾ ഇളകുന്ന അതിൻ്റെ ക്ലൈമാക്സിലെത്തുമ്പോൾ താളമേള കുഴപ്പമെല്ലാം വരുമ്പോൾ ആ ആവേശം കയറിയിട്ട് പരവേശത്തിൽ പറയുന്ന കാര്യമല്ല അന്യഭാഷ. അല്ല, എന്നോട് പിണങ്ങല്ല. നമ്മളെ അങ്ങനെ ഒരു പരുവത്തിലാക്കി. നമ്മുടെ ധാരണ ഉപകരണമെല്ലാം ഇളകി പാടുന്ന കുഞ്ഞുങ്ങൾ ഇന്നലെ ക്ലൈമാക്സിലായി കഴിയുമ്പോൾ നമ്മുടെ കൈയടിയും മുക്കുമ്പോൾ ഒരു പരവേശം. ആ പരവേശത്തിൻ്റെ ആവേശത്തിൽ പറയുന്നതാണ്. അതല്ല. പിന്നെ പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരൊന്ന് കൈ ഉയർത്തിക്കേ. രാവിലെ എഴുന്നേറ്റിട്ട് ഉറക്കപ്പിച്ചോടെ അതുവിധം പറയാതെ അന്യഭാഷ പറഞ്ഞ് രാവിലെ പ്രാർത്ഥിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. അതാ ബെന്തിക്കോസുകാര്. ബെന്തിക്കോസുകാരെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരാ. അല്ല, കഴുത്തും കാതും പറിച്ചവരല്ല, വെള്ളയും വെള്ള ഇടുന്നവരല്ല. അതൊക്കെ ഇട്ടോണം, അതെല്ലാം പറിച്ചോണം. പക്ഷേ ബെന്തക്കോസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. നിന്റെ നാവിന്റെ ഉളുക്കി രാത്രി മാറണം. നിന്റെ ആദരത്തിനെ കെട്ടി രാത്രി അഴിയണം. നിന്നെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയാതെ ഒതുക്കി വച്ചിരിക്കുന്ന പൈശാചിക ആധിപത്യങ്ങൾ ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തി അഴിഞ്ഞു മാറുവാൻ വിശ്വസിക്കുന്നവർ കരം ചേർത്തടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു വർഷം പോട്ടെ, ഈ ഒരു മാസം, ജനുവരി ഒരു മാസം, ദൈവത്തിനു വേണ്ടി ഒരു ഫലമെങ്കിലും കായ്ച്ചെന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഹല്ലേലൂയ ഒന്നും പറയിപ്പിക്കുന്നില്ല. ഈ മാസം 2-ാം തീയതിയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ സാധിച്ചില്ലെങ്കിലും ശേഷിക്കുന്ന ഒരു സമയം എന്നിൽ നിന്ന് നല്ല ഫലങ്ങൾ ദൈവത്തിനായി പുറപ്പെടുവിക്കാൻ, മനുഷ്യനായിട്ടല്ല ദൈവത്തിനായിട്ട് പുറപ്പെടുവിക്കാൻ, ചെത്തി വെടിപ്പാക്കേണ്ടതിനെ ദൈവം തന്നെ ചെത്തി വെടിപ്പാക്കി എന്നെ ഒന്നുകൂടെ ഫലകരമായ ഒന്നാക്കി മാറ്റണമേ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴേ ഫലം കായ്ക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്ന പുതിയ പുതിയ മരുന്നുകളൊക്കെ ഉണ്ട്. സ്തോത്രം. അത് 1-2 പ്രാവശ്യം കായ്ച്ചു കഴിഞ്ഞാൽ മരം തന്നെ ഉണങ്ങിപ്പോവും. അങ്ങനെ കായ്പ്പിച്ചിട്ട് കാര്യമില്ല. അല്ലാതെ നമ്മിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം, നമ്മുടെ ജീവിതം ഒരു പാഴ് ജീവിതമായി പോകാതെ ഫലമുള്ള ജീവിതമായി മാറാൻ ഒരു തലമുറ മൊത്തം ഇറങ്ങിത്തിരിച്ച് നമുക്കറിയാം. അവർ കനാൻ ദേശം പോയി കണ്ടു. 40 ദിവസം നടന്നാൽ പോകാവുന്ന ദൂരമേ ഉള്ളൂ. അവർ പോയി ഫലവും കൊണ്ട് തിരിച്ചു വന്നു. വന്നിട്ട് അവർ 10 പേർ റിപ്പോർട്ട് പറഞ്ഞു. ഒറ്റ റിപ്പോർട്ടിൽ സഭ മൊത്തം കലങ്ങിപ്പോയി. വലിയ വായിൽ അവരെല്ലാം കരഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ലീഡറെ തിരിച്ച് മിസ്രൈമിൽ പോകാൻ വേണ്ടി ഒരു ലീഡറെ തരാൻ പറഞ്ഞു. യോശുവയും കാലേബും പറഞ്ഞു, അങ്ങനല്ല സംഭവം. ഇവരീ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഞങ്ങൾ കണ്ടതാണ്. പക്ഷേ ഞങ്ങൾ ആ അമാലേക്കിയ അനാക്കിയ മല്ലന്മാരെയല്ല കണ്ടത്, ഞങ്ങൾ ദൈവത്തെയാ കണ്ടേ.
ഞങ്ങളുടെ ദൈവവുമായി താരതമ്യം ചെയ്തപ്പോൾ അവന്മാരൊരു വിഷയമേ അല്ല. നമ്മുടെ ദൈവം അത് നമ്മുടെ കയ്യിൽ തരും. ഇന്ന് രാത്രി ദുഷ്ടപിശാചിന്റെ വലിപ്പമല്ല നീ കാണേണ്ടത്, നിന്റെ കൂടെ നിൽക്കുന്ന ദൈവത്തിന്റെ വലിപ്പം നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. നവോമിയുടെ ഒരു ചെറിയ പരാജയത്തിന്റെ ജീവിതത്തിന്റെ ഇടയ്ക്കുള്ള പ്രാർത്ഥന കണ്ട രൂത്ത് പറഞ്ഞു, നിന്റെ ദൈവം എന്റെ ദൈവമാണ്. എങ്ങനെ പറയാൻ കഴിയും? ഭർത്താവ് മരിച്ചു, മൂത്ത ആൺകൊച്ചൻ മരിച്ചു, രണ്ടാമത്തെ കൊച്ചൻ മരിച്ചു, ഒരു മരുമോള് ചുംബിച്ചേച്ച് പോയി. ഇനി എന്തോ കണ്ടോണ്ട് ഈ കൊച്ചു വരാൻ അവള് പറയുകയാണ്, നിന്റെ ദൈവം, ഹോ, നീ ആരാധിക്കുന്ന ഇടം, നീ പ്രാർത്ഥിക്കുന്ന ഇടം, എനിക്കിനി ഒരു ആയുസുണ്ട്, അവിടെ ഞാൻ വരും, നീ സേവിച്ച ദൈവത്തെ ഞാൻ സേവിക്കും. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് ചേർന്ന് വസിക്കാൻ, ഒന്ന് പറ്റി നിൽക്കാൻ നീ തയ്യാറായാൽ നിന്നെ പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. ഇവള് നവോമിയോട് പറ്റി നിന്നാ വന്നേ. പക്ഷെ ബോബസ് പറയുന്ന വാക്ക് കേട്ടോ, യഹോവയുടെ ചിറകിന്റെ മറവിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നീ. ഓ ഹല്ലേലൂയ. നമ്മൾ കേൾക്കുമ്പോൾ അമ്മായി അമ്മയോട് പറ്റിയെന്നാ പറഞ്ഞ, അങ്ങനല്ല കേട്ടോ. അവൾ ഇറങ്ങി തിരിച്ച് അമ്മായി അമ്മയുടെ ദൈവത്തിന്റെ ചിറകിൽ. ഓ ഹല്ലേലൂയ. നീ സേവിക്കുന്ന ദൈവം ആരാന്ന് നിന്റെ ഭവനാംഗങ്ങൾ അറിയണം, നിന്റെ ബന്ധുക്കൾ അറിയണം, നിന്റെ സ്നേഹിതരറിയണം, നിന്റെ ചാർച്ചക്കാരറിയണം. നീ പറയണം, ഞാൻ ചൈലോ ദൈവത്തിന്റെ പുത്രനാ, ദൈവത്തിന്റെ പുത്രിയാ, എന്റെ മേൽ കൂടെ നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഓ രബ ശന്തരേ രഗമന രബാലക ശന്തരാജന. പറ്റി നിൽക്കുന്നവനോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഹാബേലിന്റെ കൂടെ നടക്കാൻ ദൈവം ആഗ്രഹിച്ചു, പക്ഷെ കായീൻ അത് അനുവദിച്ചില്ല. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് 8 തലമുറകൾ മാറിയപ്പോൾ, 7 തലമുറ മാറിയപ്പോൾ ഒരാളെ കിട്ടി. അവന്റെ കൂടെ ദൈവം അങ്ങ് നടന്നു 300 വർഷം. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞപ്പോൾ ഒരു കുടുംബത്തെ കിട്ടി, നോഹയുടെ കുടുംബം, കൂടെ നടന്നു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കഴിഞ്ഞ് ജനം പിന്നെയും ദൈവത്തെ ആരാധിക്കാതെ പോയപ്പം വിഗ്രഹങ്ങളുടെ നടുവിൽ നിന്ന് ഒരുത്തനെ പിടിച്ചു, അവന്റെ കൂടെ നടന്നു. പക്ഷെ അവന്റെ 3-ാം തലമുറ വന്നപ്പോൾ, ഇസ്ഹാക്ക് കഴിഞ്ഞ് യാക്കോബ് വന്നപ്പോൾ, യാക്കോബ് പറയണം, ബേഥേലിൽ എനിക്ക് വെളിപ്പെട്ട ദൈവത്തെ ആരാധിക്കാൻ ഞാൻ പോകുകയാ, പക്ഷെ നിങ്ങളുടെ ഇടയിലുള്ള വിഗ്രഹങ്ങളെ നീക്കണം. 3-ാം തലമുറ വന്നപ്പോൾ അപ്പച്ചൻ, വല്യപ്പച്ചൻ വിട്ടേച്ച് പോകുന്നതെല്ലാം കൊച്ചുമക്കളുടെ കയ്യിലായി. സ്തോത്രം പറഞ്ഞില്ല. ഇപ്പൊ യാക്കോബ് പറയുകയാണ്, ബേഥേലിൽ കണ്ട ദൈവത്തെ ആരാധിക്കാൻ പോവാ, പക്ഷെ നിങ്ങളുടെ ഇടയിലുള്ള വല്യപ്പച്ചൻ വിഗ്രഹങ്ങളുടെ ഇടയിൽ നിന്ന് വന്നോനാ. അവനിലില്ലാത്തത്, ഇസ്ഹാക്കിൽ ഇല്ലാത്തത് 3-ാം തലമുറ വന്നപ്പോൾ ചേർക്കേണ്ടതെല്ലാം ചേർത്തോണ്ടിരിക്കുക. അപ്പച്ചന്മാര് വിറ്റ് കളഞ്ഞതെല്ലാം ആരാണ്ട് കൂത്ത് കാണിച്ചെന്നും പറഞ്ഞോണ്ട് നമ്മൾ എടുത്തിടരുത്. ദൈവമക്കളെ, നീ പറ്റി നിന്നോണം. ബെന്തക്കോസിന്റെ ഉപദേശം മാറിയിട്ടില്ല, ബെന്തക്കോസിന്റെ ആരാധന മാറിയിട്ടില്ല, ബെന്തക്കോസിന്റെ വചനം മാറിയിട്ടില്ല. ബെന്തക്കോസ് അന്നും ഇന്നും ബെന്തക്കോസ് തന്നെയാ. ഏറ്റെടുക്കുന്നവരെ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഇത് വിശുദ്ധിയുടെ സഭയാ, ഇത് വേർപാടിന്റെ സഭയാ, ഇത് ദൈവകൃപയുടെ സഭയാ, ഇത് അഭിഷേകത്തിന്റെ സഭയാ. ഹല്ലേലൂയ. നമ്മുടെ ഒരു പ്രത്യേകത, മെഡിക്കൽ കോളേജ് തള്ളിക്കളയുന്നതിനെ കൊണ്ടിട്ട് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്നവരാണ് നമ്മുടെ പിതാക്കന്മാർ. അത് അനുഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് നമ്മൾ തള്ളുന്നതിനെ അവർ സ്വീകരിക്കുക. ഈ കരിസ്മയിൽ ആ കെട്ടഴിയണം. നീ ധൈര്യത്തോട് പറ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ. പാമ്പ് കടിച്ചേനെയും പട്ടി കടിച്ചേനെയും പേളയനെ കൊണ്ടുവരാൻ പറ, ഭൂതമളയനെ കൊണ്ടുവരാൻ പറ. ഞങ്ങൾ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുമെന്ന് പറയാൻ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവനെ കൂടെ വീണ്ടും അത്ഭുതങ്ങൾ ചെയ്യാൻ. ഓ പ്രിയരേ, നിങ്ങളുടെ ദൈവത്തിന്റെ കരം കുറുതായി പോയോ? അവൻ ഇന്നും അത്ഭുത മന്ത്രിയാണോ?
അവൻ ഇന്നും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമോ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി നിന്റെ അവിശ്വാസത്തെ ആട്ടി പുറത്താക്കിയിട്ട് പറ, എന്റെ ദൈവം ഇന്നലെയും, എന്റെ ദൈവം ഇന്നും, എന്റെ ദൈവം എന്നേക്കും അനന്യന, അവൻ അസാധ്യമായതൊന്നുമില്ല. ഓ രാമാസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഈ കരിസ്മയിൽ 33ാമത്തെ കരിസ്മയിൽ ഭൂതങ്ങളുടെ കെട്ടടിയണം, ശാപങ്ങളുടെ കെട്ടടിയണം, രോഗങ്ങളുടെ കെട്ടഴിയണം, സ്വസ്ഥതയില്ലാതെ അലയുന്നവനൊക്കെ അകത്ത് വന്ന് വിടുതൽ പ്രാപിക്കണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു സാധാരണ ചടങ്ങ് യോഗമായി രാവിലെയും വൈകിട്ട് നടക്കാനല്ല, വ്യത്യസ്തതയാർന്ന ആത്മീക ശുശ്രൂഷകൾ ഇതിനകത്ത് വെളിപ്പെട്ടു വരേണ്ടതിന് ആത്മാവിൽ ഫലം കായ്ക്കുന്ന ഒരു സഭയായി കരിസ്മ മാറട്ടെ എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവര് ചേർന്ന് ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ കൂടാരത്തിന്റെ ഉള്ളറയിൽ ബന്ധിക്കപ്പെട്ടതിനെ സ്വർഗം ഈ രാത്രി വിടുവിക്കുകയോ. ഓ റബാലക ശബ്ദരെ റഗൽ കമന വൈഡാരി ബാലവശസ്യ. കള്ളുകൂടി മാറ്റാൻ വേണ്ടി തൊടുപുഴയിലും കോട്ടയത്തും പലയിടത്ത് കൊണ്ട് കൊത്തിവെപ്പിച്ച അവന്മാര് നല്ല ഇടിയെ കൊടുത്ത് അവരൊക്കെ ഇന്ന് പലരും പാസ്റ്റർമാരാ. സ്വോത്രം പറയണം. തൊടുപുഴ നിന്റെ സ്വഭാവം മാറത്തില്ല, നിന്റെ കാശ് പോകുന്നേ ഉള്ളൂ. പ്രീസലോ, ഒരു മനുഷ്യനെ കുത്തിവെച്ച് നന്നാകത്തൊന്നുമില്ല. ഒരു സംഭവം നിങ്ങളോട് പറയാം, ലൈവിലുണ്ടല്ലോ. ഞാൻ ചെല്ലക്കാട് നമ്മുടെ രാജീവ് പൂവക്കല പാസും ബോസം കുരുവിട പാസും നമ്മുടെ സാങ്കുട്ടി പാസൊക്കെ ധാരാളം പ്രാവശ്യം വന്നിട്ടുള്ള സഭയാണ്. ഞങ്ങളുടെ ഒരു 2ാം നിലയുടെ മുകളിലാണ് ആരാധന. അപ്പം ഞങ്ങളുടെ പടിക്കലൊരു ബസ് സ്റ്റോപ്പ് കൂടാണ്. അപ്പം ഈ ആരാധന അല്പസമയം നീണ്ട് ആരാധിക്കും. ആരാധന സമയത്ത് ആളുകളുടെ വന്ന് ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യിപ്പോന്നുണ്ട്. അപ്പോൾ ഒരുത്തൻ ഒരാരാധനയ്ക്ക് കയറി വന്നു. അവനെ പുറകെ വന്ന് ബെഞ്ചിലിരുന്നു. ആരാധന കഴിഞ്ഞപ്പോൾ അവന് ഒരാളോട് പറഞ്ഞു, ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളാരാ? ഉടനെ പറഞ്ഞു, ഞാൻ നിൽക്കുന്ന പാസ്സാണ്, എനിക്കൊന്ന് കാണണമായിരുന്നല്ലോ. കാണാം. അപ്പോൾ ആ പയ്യൻ ഓടി വന്ന് പറഞ്ഞു, ചാച്ചാനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, അവൻ താഴെ ഓഫീസിൽ വെയിറ്റ് ചെയ്യാൻ പറയാൻ പറഞ്ഞു. അവൻ താഴെ പോയി ഓഫീസിൽ നിന്നു. ഞാൻ ഒത്തിരി പേര് പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാവരെയും പ്രാർത്ഥിച്ചൊക്കെ പറഞ്ഞയച്ചു കഴിഞ്ഞ് വെച്ചിറങ്ങിച്ചത്. ചെന്നപ്പോൾ ഇവനെ മുടിയെല്ലാം വളർത്തി, താടിയെല്ലാം വളർത്തി, ഒരു പ്രാകൃതി, വലിയ വണ്ണമില്ല, മുഖത്ത് ഭയങ്കര ക്രൂരഭാവമാണ്. ഞാൻ ചോദിച്ചു, എന്താ മോനെ? അത് ഞാൻ ബസ്സേ വന്ന് ഇവിടെ ഇറങ്ങിയതാ. ഇവിടെ അല്ല ഇറങ്ങേണ്ടി, അക്കരെ ഇറങ്ങേണ്ടിയായിരുന്നു, ഇവിടെ ഇറങ്ങിയതാ. ഇവിടുത്തെ ഈ ശബ്ദത്തിലുള്ള ആരാധന കേട്ടിറങ്ങിയതാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ആരാധന കേട്ടെടുത്ത വണ്ടിയിൽ നിന്ന് ഇറങ്ങിയല്ലോ. അവൻ വന്ന് യോഗത്തിന് കയറി. അപ്പം ഞാൻ പിറ്റേ ആഴ്ച കൊണ്ട് കുറച്ചുകൂടെ ശബ്ദത്തിൽ ആരാധനയാക്കി കേട്ടോ. അവിടെ ശബ്ദമല്ല, മൈക്കിൻ്റെ അല്ല. ഹലോ. ഇവനകത്ത് കയറി റൂമിനകത്ത് വന്നു. എന്നോട് പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. അവിടെ 3-4 സഹോദരന്മാരെൻ്റെ അടുക്കലുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, സൂസമ്മയും പിള്ളേരുമുണ്ട്. ഇവരെല്ലാം മാറ്റണം. അവരെല്ലാം മാറ്റി കഥ കടച്ചു. ഞാനും അവനും മാത്രം ആ കൊച്ചു മുറിക്കകത്തായി. അവന് പുറകിൽ നിന്ന് വടിവാൾ ഊരി മേശപ്പുറത്തോട്ട് വെച്ചു. അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ സന്തോഷം മൊത്തം പോയി. ഉണ്ടായ സംഭവം അത്. ഞാൻ പോക്കറ്റിൽ നിന്നൊരു കൊച്ചു കുപ്പി എന്തോ സാധനം എടുത്തോടെ വെച്ചു. ഞാൻ ചോദിച്ചു, പറഞ്ഞു, ഇതെന്നാ? ഇത് വടിവാള്, ഇത് സൈനൈഡാണ്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഇത് കൊണ്ട് ഇവിടെ വന്നേ? ഇവിടെ വന്നതല്ല, ഞാൻ 7 ദിവസത്തേക്ക് പരോളിലിറങ്ങിയതാണ്. 2 പേരെ കൊന്നിട്ട് ജയിലിൽ കിടക്കുക. ഇറങ്ങിയത് ഈ 6-നക്കരെയുള്ള ഒരാളെ കൊല്ലാൻ വേണ്ടിയാണ്. അവനെ കൊന്നിട്ട് തിരിച്ചു പോകാനാണ് ഞാൻ ഈ വടിവാളി ഇതുമായിട്ട് വന്നേക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആരാധിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആരോണ്ട് പറഞ്ഞ് ഇറങ്ങടാന്ന്. ആരെ ഇറക്കിയെന്നറിയത്തില്ല, അങ്ങനെ വന്നതാ. നമ്മൾ നീ ഇതെടുത്ത് താത്ത് വെച്ചേ. അവനെ സാധനമൊക്കെ എടുത്ത് താഴെ വെച്ചു. ഞാൻ നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്കെന്തോ എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ആരോ ശക്തമായി പറയുന്നു, താങ്കളെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണമെന്ന്. ഞാൻ അവനെ അവിടെ ഇരുത്തി. എന്നെ വിടുവിച്ച് യേശുവിനെ കുറിച്ച് ഷോർട്ടായിട്ട് പറഞ്ഞ് അവൻ്റെ തലയെ കൈവെക്കുന്നത് അവൻ മുട്ടുകുത്തി. അപ്പം എനിക്ക് ധൈര്യമായി. എന്നേരം ആ ധൈര്യമായി. അവൻ്റെ തലയെ കൈവച്ച് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് അവൻ ചോദിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ 7 ദിവസം കഴിഞ്ഞ് തിരിച്ച് ജയിലിൽ കയറണം. ഇന്ന് ഈ ആരാധന കേട്ടില്ലായിരുന്നു, റാന്നിയിൽ ഒരു കൊലപാതകം കൂടെ നടന്നേനെ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ഞങ്ങളുടെ ആരാധന ഒരു കുടുംബത്തിൻ്റെ കൊലപാതകത്തെ മാറ്റി.
നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ ആരാധിച്ചൊരു ഇതൊന്നും ഓർത്ത് ആരാധിച്ചല്ല, അവർ കൈയടിച്ച് ആത്മാവിൽ ആരാധിച്ച. പക്ഷേ കൊല്ലാൻ പോയ ഒരുത്തിനെ ഈ ആരാധന പിടിച്ചിറക്കി. അവൻ ആ കൊല്ലുന്ന തീരുമാനം മാറ്റി. അവൻ അന്ന് മാനസാന്തരപ്പെട്ടു. ഇന്ന് രാത്രി ആരാധനയുടെ ശക്തി എന്നാന്ന് നീ ഗ്രഹിച്ചു വേണം ദൈവത്തെ ആരാധിക്കാൻ. ഇവിടെ കൈയടിക്കുമ്പോൾ, നീ ഇവിടെ അന്യഭാഷ പറയുമ്പോൾ, നീ ഇവിടെ ആരാധിക്കുമ്പോൾ ദൂരവ്യാപകമായ ചില വിടുതലുകൾ ദൈവം ഈ രാത്രി ചെയ്യുകയാ. അവന്റെ പടവും ചെന്താമരയുടെ പടം പോലെ പത്രത്തിൽ വന്നേനെ. ചെന്താമര. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആത്മാവിന്റെ ഒരു ആരാധനയ്ക്ക് അവൻ വടിവാൾ ഉപേക്ഷിച്ചു. അവൻ കൊല്ലുന്നതിന് മുമ്പ് പിടിക്കപ്പെട്ടാൽ കുടിച്ചു ചാകാനാ സൈന്യം കൊണ്ടുവന്നേ. അതവൻ ഉപേക്ഷിച്ചു. ഒരു ഹല്ലേലൂയ പറയണം. അവൻ രക്ഷിക്കപ്പെട്ടു. ചില നാളുകൂടെ അവൻ ജയിലിൽ കിടന്നു. അവന് നല്ല സ്വഭാവം കണ്ട് അവന് ജാമ്യം കിട്ടി. അവനിപ്പം ബീഹാറി കർത്താവിന്റെ വേല ചെയ്യുക. കരമടിച്ച് ആരാധിക്കണം. ഇന്ന് രാത്രി ആരാധനയുടെ പിൻപിലെ ദൈവശക്തിയുടെ വ്യാപാരം നീ തിരിച്ചറിയണം. നിന്റെ കുടുംബത്തിന്റെ ഉള്ളറകളിൽ വ്യാപരിക്കുന്ന അന്യാരാധന പോരുകളെ ഈ രാത്രി തകർത്തിട്ട് നിന്റെ കൂടാരത്തിന്റെ ഉള്ളറയിൽ യേശുവിന്റെ മഹത്വം ഇറങ്ങേണ്ടതിന് അതരം തുറന്ന് അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ ഒരല്പ നിമിഷം ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് കൊതിക്കുന്നുണ്ട് ചേർന്ന് വസിക്കാൻ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയത്തില്ല. ഈ 8 ദിവസത്തെ പകൽ രാത്രി യോഗങ്ങൾ ഒന്നുകൂടെ ചേർന്ന് ഒരു കച്ച മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കുമെന്ന വചനം പോലെ ദൈവത്തോടൊന്ന് പറ്റിയിരുന്ന് ഒന്ന് ചേർന്ന് വസിച്ച് ആഴമായ ഫലകരമായ ചില നന്മകൾ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ കൊതിക്കുന്നവരിന്ന് രാത്രി ആത്മശക്തിക്ക് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചേ. ഹല്ലേലൂയ. തൊണ്ണൂറുകളിൽ ഞങ്ങള് പാറശാല മുതൽ കാസർഗോഡ് വരെ വഴി നെടുകെ ക്രൂസേഡുകളും പരസ്യവും നടത്തിപ്പോവുകയാണ്. പാസ്റ്റർ കെ എബ്രാമെ, സയോൺ സിംഗേഴ്സിലെ ജെയിംസ്, ഇപ്പോൾ അമേരിക്കയിലായിരിക്കുന്ന ഒരു സിബി, ഏജിലെ ഒരു തോമസ് കൂട്ടി, ഞങ്ങളൊരു ടീമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പരസ്യങ്ങളും ക്രൂസേഡ് നടത്തി ഇങ്ങനെ പോകുകയാണ്. പോയി കോഴിക്കോട് ചെന്ന് ഏറ്റവും വലിയ മൈതാനം ഞങ്ങൾ വാടകയ്ക്കെടുത്ത് ക്രൂസേഡിൻ്റെ എല്ലാ ക്രമീകരണം ചെയ്ത് രാത്രിയിലാണ് ഈ കൊല്ലത്ത് ഒരു ദേവാലയം തകർക്കപ്പെടുന്നതും ബോംബിടുന്നതും മദീനയുടെ കാല് പോകുന്നതൊക്കെ നിങ്ങൾക്ക് ആ സംഭവം അറിയാം. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് 144 പ്രഖ്യാപിച്ചു. ഒറ്റ യോഗങ്ങൾ നടക്കത്തില്ല. ഞങ്ങളെല്ലാം ക്രമീകരണവും ചെയ്തു. അന്നത്തെ ക്രമീകരണം ഞങ്ങൾ തന്നെ പോസ്റ്റ് ഒട്ടിക്കും, ഞങ്ങൾ തന്നെ വാറണ്ട് വലിച്ചു കെട്ടും. വാറണ്ട് വലിച്ചിട്ട് ഞങ്ങൾ തന്നെ വിളിച്ചു പറയും ഇന്ന് രാത്രി ഇന്നാര് പ്രസംഗിക്കുമെന്ന്. രാത്രി ഞങ്ങൾ തന്നെ പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ മീറ്റിങ്ങിന് ചർച്ച് കോറിൻ്റെ അന്നത്തെ ഓവർസർ PAB സാം സാറും വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം ക്രമീകരണം ചെയ്ത് വൈകിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത് 144 പ്രഖ്യാപിച്ചു, കൺവെൻഷൻ നടക്കത്തില്ല. എന്തോ ഒരു ദൈവം നിയോഗം തന്നിട്ട് ഞാനും എൻ്റെ കൂടെയുള്ള 2 പാസ്റ്റർ സഹോദരന്മാരും കൂടെ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവിടെ നിന്ന് സാറേ ഞങ്ങളെല്ലാം ക്രമീകരണം ചെയ്ത് ഞങ്ങൾ യാതൊരു ശല്യം ഉണ്ടാക്കുന്നവരല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാത്രി ഒന്ന് പ്രസംഗിച്ച് നാളെ ഞങ്ങൾ പൊക്കോളാമെന്ന് പറഞ്ഞു. അവർ നിയമപരമായിട്ട് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എങ്കിലും നിങ്ങൾ നടത്തിക്കൂ, ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞു. ഒരു 100-100 പോലീസുകാരുടെ പ്രൊട്ടക്ഷന് നല്ല ഓഫീസർമാർ, SIമാരും ASIമാരും സർക്കിളുമാരും എല്ലാം കൂടെ ചുറ്റും നിന്നിട്ട് ഞങ്ങളൊരു യോഗം നടത്തി. അന്ന് രാത്രി പോലീസുകാരുൾപ്പെടെ രക്ഷിക്കപ്പെട്ടു. അപ്പൊ ഞാൻ ഇപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നത് ആ 144 പ്രഖ്യാപിച്ചില്ലല്ലോ, ഒറ്റ പോലീസുകാർ അവിടെ വരത്തില്ലായിരുന്നു. ചിലതൊക്കെ സംഭവിക്കുന്നതിന് പുറകിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ ഇന്ന് രാത്രി സാഹചര്യങ്ങളെ പേടിക്കരുത്.
നീ സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെടരുത്. നീ രാത്രി ആത്മാവിന്റെ കരുത്തോടെ വിശ്വസിക്കണം. എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാണെങ്കിൽ ഞാൻ ഈ രാത്രി ഒന്ന് ചേർന്ന് വസിച്ചിട്ട് അവന് വേണ്ടി ചില ഫലങ്ങളെ ഉളവാക്കുമെന്ന് ഉറപ്പുള്ളവര് ഈ രാത്രി ചേർന്നൊരു നിമിഷം കൂടെ ദൈവത്തെ സ്തുതിച്ച് ഒരാത്മശക്തിക്കായി എനിക്ക് ആത്മാവിന്റെ ഒരു പുതിയ ശക്തി വേണമെന്ന് കൊതിക്കുന്നവരെ കരമുണർത്തി. നമുക്കൊന്ന് എഴുന്നേക്കാം. ഇനി ഒത്തിരി പ്രസംഗിക്കേണ്ട കാര്യമില്ല. നമുക്കൊന്ന് എഴുന്നേറ്റിട്ട് ഞങ്ങൾക്ക് മുൻപോട്ട് വരുന്നെങ്കിൽ വന്നു. ശക്തന്മാരായ ദൈവദാസന്മാരുടെ നീണ്ട നിരയുണ്ട്. ഒരു നിമിഷം നമുക്കൊന്ന് ആരാധിക്കണം. ഈ ആരാധന ഇന്ന് രാത്രി ആത്മാവിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക്, അഭിഷേകത്തിന്റെ പുതിയൊരു നിയോഗത്തിലേക്ക് ദൈവം നിന്നെ നടത്തണം. വിശ്വസിക്കുന്നവരൊക്കെ ഓടി മുന്നോട്ട് വന്നു. ലക്ഷിക്കേണ്ട ഇതൊരു വിടുതലിന്റെ രാത്രി. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് രാത്രി ചില ശൂന്യ പാത്രങ്ങളെ നിറയ്ക്കാൻ പോകുകയാ. അല്ലെങ്കിൽ ഒരു കവിഞ്ഞൊഴുകുന്ന നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരാത്മ പ്രവാഹത്തിലേക്ക് ദൈവം നിങ്ങളെ നടത്താൻ പോകുകയാ. അതോടെ നിന്റെ കുടുംബത്തിന് വിരോധമായി നിൽക്കുന്ന, നിന്റെ തലമുറയ്ക്ക് വിരോധമായി നിൽക്കുന്ന, നിന്റെ മിനിസ്ട്രിക്ക് വിരോധമായി നിൽക്കുന്ന, നിന്റെ ആത്മീയ ശുശ്രൂഷയ്ക്കെതിരായി നിൽക്കുന്ന ചില പോരുകൾ ഈ രാത്രി നിന്റെ കാൽ കീഴെ അടിയറവ് പറയാൻ പോകുകയാണ്. വേഗത്തിൽ അഭയം നിന്റെ കാൽ കീഴെ ചതച്ചു കളയാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഓടി മുൻപോട്ട് വന്നാട്ടെ. ഒരു നിമിഷം നമുക്ക് ചേർന്ന് ആത്മാവിൽ ഒന്നിച്ച് പാടി ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ ഇങ്ങോട്ട് വന്നാട്ടെ. നമുക്ക് ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു വലിയ ആത്മനിയോഗം ഇവരിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരു പാട്ട് പാടി ഈ രാത്രി ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുമല്ലോ.